ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സമ്മതം ബെട്രോത്തൽ റിലേറ്റഡ് വീഡിയോസാണ് കേട്ടോ. ഇത് ആക്ച്വലി ഒരു റാൻഡം ആയിട്ടുള്ള അവിടെ നിന്ന് ഇവിടുന്നിടത്തുള്ള ഒരു വീഡിയോസാണ്. മറ്റു വീഡിയോ, അതായത് ഒറിജിനൽ വീഡിയോ നമ്മൾ വീഡിയോഗ്രാഫേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഇടുന്നതായിരിക്കും. ഇത് നമുക്ക് ചെറിയ ചെറിയ ക്ലിപ്സുകൾ ഞാൻ റാൻഡമായിട്ട് അങ്ങനെ എടുത്തിട്ടുന്നുള്ളൂ. കാരണം ഒരുപാട് ഫ്രണ്ട്സ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കല്യാണം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എന്താ ഇടാത്തതെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ നേരിട്ട് കാണുമ്പോഴും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ക്ലിപ്സുകളാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ 20-ാം തീയതിയിലത്തെ ക്ലിപ്സാണ് കേട്ടോ. 20-ാം തീയതി എന്ന് പറയുമ്പോൾ ബെട്രോത്തൽ നടത്തിയത് 22-ാം തീയതി ആയിരുന്നു. 20-ാം തീയതി എന്ന് പറയുമ്പോൾ ഒരു ദിവസം മുന്നാണ് നമ്മൾ തലേദിവസ പരിപാടി നടത്തിയിരുന്നത് കേട്ടോ. നോർമലി കാണുന്നതിനെക്കാട്ടും വിട്ടിട്ട് ഹൽദി മാറ്റി പഞ്ചാബി നൈറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ വീടിൻ്റെ ഉള്ളിൽ കുറച്ച് ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ഫ്രണ്ട്സാണ് കേട്ടോ, മാക്സിം ചേട്ടനും മാക്സിം. പിന്നെ ഞങ്ങളൊരു കസിൻ ഉണ്ടായിരുന്നു, സിയോന. അവൾ അമ്മുവിന് ഗിഫ്റ്റ് കൊടുത്താണ് കേട്ടോ. ഇതൊരു ഫോട്ടോ ഫ്രെയിമാണ്. ഇതിപ്പോൾ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ നന്നായിട്ട് വൈറലായി കാണുന്ന ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു തീമാണ്. അത് എന്താണെന്ന് എനിക്കറിയില്ല കറക്റ്റ് കേട്ടോ. പക്ഷേ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കാരണം ലൈറ്റ് വെയിറ്റ് ആണ്. ഇങ്ങനെ ഒരു ഷീറ്റ് പോലെ നമുക്ക് ചുമരുമയൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് അങ്ങോട്ട് മാച്ച് ചെയ്ത് പോകുന്ന പോലെ, ഒട്ടും ഇങ്ങനെ തള്ളി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പല്ല കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ അത് ഞങ്ങളൊന്ന് അൺബോക്സ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പം ഈസിയാ മൂടി പറിച്ചെടുത്ത്. അപ്പോൾ ഈ ഫോട്ടോ എനിക്ക് തോന്നുന്നു ഫിക്സേഷൻ്റെ അല്ല, നമ്മൾ വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ വെച്ചിരിക്കുന്ന ഫോട്ടോ ആണ് കേട്ടോ. ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ട്. അത്യാവശ്യം വലുപ്പം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സ്റ്റേജ് ഡെക്കറേഷൻ ഒരുവിധം തലേദിവസ പരിപാടിയുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞല്ലോ പഞ്ചാബി നൈറ്റ് എന്നൊരു തീം എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷൻസാണ്. ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഫുൾ കഴിഞ്ഞ വീഡിയോ ഞാൻ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് മനസ്സമ്മതത്തിൻ്റെ എൻട്രി ഡാൻസിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തു. പലരും പല വീടുകളിലായി കാരണം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വീഡിയോസ് എടുത്ത് അയച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേജിൽ നിന്ന് പള്ളിയിൽ നിന്ന് വന്നിട്ട് സ്റ്റേജിൽ കയറില്ലേ, ഹാളിൽ നിന്ന് സ്റ്റേജിലോട്ട് കയറുന്ന ഒരു എൻട്രി ഡാൻസാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം അന്ന് വേറെ പരിപാടികളൊന്നും ഉണ്ടായില്ല. ഇങ്ങനെ പ്രാക്ടീസും അതുപോലെ ഒരു റിലേറ്റീവ്സും ഇങ്ങനെ വരലും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ മേക്കപ്പ് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. 5 മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ട് 5 മണിക്ക് തന്നെ കറക്റ്റ് വന്നു കേട്ടോ. ഇത് നമ്മൾ ഈ ചേച്ചി ആവി ബ്യൂട്ടി സ്പോട്ട് എന്നാണ് കേട്ടോ. ഈ ചേച്ചിയുടെ മേക്കപ്പ് എന്താ പറയുക, സ്റ്റുഡിയോൻ്റെ പേര് ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും. വെങ്ങണിശ്ശേരിയിലാണ് കേട്ടോ വീട്. ആളുടെ സ്റ്റുഡിയോയും അവിടെ തന്നെയാണ്. നമ്മുടെ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഒറിജിൻ കൊച്ചിയിൽ നിന്നാണ് കേട്ടോ ചെയ്യിപ്പിച്ചത്. അവിടെ ഡിസൈനർ ഒരു ബുട്ടീക്കാണ്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. ഞങ്ങളൊരു പഞ്ചാബി തീം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തലയിക്കോടെ ഇങ്ങനെ ഷോളിട്ടിട്ട് അങ്ങനെ ഒരു ലുക്കാണ് കേട്ടോ ഉദ്ദേശിച്ചത്. കണ്ടപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. കൂടുതൽ വീഡിയോസൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, പിന്നീട് ഇടുന്നതായിരിക്കും കേട്ടോ. ഒരു ലോങ് വീഡിയോ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും. ഇതൊരു ചെറിയ ചെറിയ ക്ലിപ്സ് ഞാൻ ഇട്ടു എന്നുള്ളൂ. ഒരുപാട് പേരിങ്ങനെ ചോദിച്ച കാരണം കേട്ടോ. പിന്നെ ഇസയുടെ ഡ്രസ്സ് ഇതായിരുന്നു. പിന്നെ എൻ്റെ സാരി കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ.